ഞാൻ എളംകുളത്താണ് താമസിക്കുന്നത്. എല്ലാ ഗ്രേറ്റ് ലീഡർമാർക്കും എൻ്റെ ഗുഡ് മോർണിംഗ്. ആദ്യമായി ദൈവത്തിന് ഞാൻ നന്ദി പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡിന് കിട്ടിയ റിസൾട്ടാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. വർഷങ്ങളായിട്ട് പുള്ളിയുടെ ജീവിതം എന്ന് പറയുന്ന 4 ചുവരിനുള്ളിൽ തീർന്നു പോകേണ്ട ഒരു സാഹചര്യം വന്നിരുന്നു. പാൻഗ്യാസിനകത്ത് സ്റ്റോണും കല്ലും വീക്കവും കൂടിയായിരുന്നു. അപ്പൊ നമ്മളത് അറിയാൻ വളരെയധികം വൈകിപ്പോയി. ഇടയ്ക്കിടയ്ക്ക് വയറുവേദന ഉണ്ടാകുമെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണും, സ്കാൻ ചെയ്യും. അപ്പോൾ അവർ പറയും പാൻഗ്യാസിന് വീക്കം മാത്രമേ ഉള്ളൂ, 2 ആഴ്ചത്തേക്ക് നിങ്ങൾ ഭക്ഷണം നിയന്ത്രിച്ച് മെഡിസിൻ എടുത്താൽ മതി, അത് മാറിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ നാൾ അങ്ങനെ പോയി. പക്ഷെ വർഷത്തിൽ 6 മാസം കൂടുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും നമ്മൾ അത്ര കെയർ എടുത്തിരുന്നില്ല. ഈ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് അടുപ്പിച്ച് വേദന വന്നിരുന്നു. അപ്പോൾ നമ്മൾ ഇതുപോലെ 26 ആഴ്ച പോയി സ്കാൻ ചെയ്തു. അവർ പഴയപടി നമുക്ക് ഇഞ്ചക്ഷനും എടുത്ത് ഗുളികയും തന്നു വിട്ടു. പക്ഷെ വീട്ടിൽ വന്ന് കഴിച്ച് ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെയും ഇതുപോലെ തന്നെ വേദന. പിന്നെ നമ്മൾ അവിടുന്ന് ഹോസ്പിറ്റലിൽ മാറി കാരിത്താസിൽ പോയി ഡോക്ടറെ കണ്ടു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ കോൺട്രാസിറ്റിക്ക് എഴുതി. അത് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു 3 കല്ലും മുഴയും വീക്കവും ഉണ്ട്. അപ്പം ഈ കല്ല് നമുക്ക് പൊടിച്ചു കളയാൻ പറ്റും. പൊടിച്ചു കളഞ്ഞെന്ന് പറഞ്ഞാലും പാൻഗ്യാസ് അവയവമായതുകൊണ്ട് അത് ഒരു തവണ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെയും ഓപ്പൺ ചെയ്യാൻ വളരെ റിസ്ക് ഉള്ള കാര്യമാണ്. അതുമല്ല പൊടിച്ചു കളയുന്നതിന് 5 ലക്ഷം രൂപയാകും. കല്ലെന്ന് പറയുന്നത് ഒന്ന് പൊടിച്ചു കളഞ്ഞാൽ അതിന്റെ തരികൾ ഇരുന്ന് കഴിഞ്ഞാൽ അത് പിന്നെയും ഉണ്ടാകാനുള്ള സാധ്യത പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് സാമ്പത്തികമായ നമുക്ക് ആ ഒരു രീതിയിലേക്ക് എത്താൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ അവിടുത്തെ ഡോക്ടർ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. അവിടെ പോയി സിന്ധു മാഡത്തെ കണ്ടു. സിന്ധു മാഡത്തിന്റെ ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാം വേദന ഉണ്ടാവും. നമ്മൾ പലതവണ പോയി ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്തിരുന്നു. പക്ഷെ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ട്രിപ്പും വേദനയുടെ ഇഞ്ചക്ഷനും ഗ്യാസിന്റെ ഇഞ്ചക്ഷനും ആ ഒരു ട്രീറ്റ്മെന്റേ ഉള്ളൂ പുള്ളിക്ക്. വേറെ പ്രത്യേകിച്ച് മെഡിസിൻ ഒന്നും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറയൊന്നുമില്ല. ആ ഒരു ട്രീറ്റ്മെന്റിലൂടെ ഇങ്ങനെ പോയി. അവിടെ പോയി നമ്മൾ ഒരു 8 ദിവസം അഡ്മിറ്റ് ആകും. ശാലം വേദന കുറയും. അവര് പൊടിയരിക്കഞ്ഞി തന്ന് വേദന വലിയ ബുദ്ധിമുട്ടില്ല, കുഴപ്പമില്ലാതാകുമ്പോൾ അവരോടൊന്ന് ഡിസ്ചാർജ് ചെയ്ത് വിടും. ഡിസ്ചാർജ് ചെയ്ത് തിരിച്ച് വീട്ടിൽ വന്നു കഴിയുമ്പോൾ 3-4 ദിവസം കഴിയുമ്പോൾ പിന്നെ ഇതുപോലെ തന്നെ വേദന. അങ്ങനെ പലതവണ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയി. അപ്പം ഡോക്ടർ പറഞ്ഞു വേദനയുടെ ഗുളിക നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ അൾട്രാസെറ്റ് മെഫ്താള് ഗുളിക ഞങ്ങള് 2-3 നേരം കഴിക്കുമായിരുന്നു. പക്ഷെ അതിലൊന്നും ഒരു മാറ്റവും വന്നില്ല. അപ്പം ഇതിനൊരു സർജറി ഡോക്ടർ പറഞ്ഞു. സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിപ്പിൾ സർജറി, അത് 5 അവയവങ്ങൾ എടുത്തു മാറ്റുന്ന രീതിയിലൊരു സർജറിയാണ് പറഞ്ഞിരുന്നത്. അത് നമുക്ക് വല്ലാത്ത ഒരു വേദന അടിക്കടി വന്ന് വല്ലാത്തൊരു കണ്ടീഷൻ ആയെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ വേദനയുടെ മെഡിസിൻ കഴിച്ച് മുന്നോട്ട് പോകാൻ പറഞ്ഞു. പക്ഷെ എന്നിട്ടും നമുക്ക് യാതൊരു മാറ്റവും ഇല്ല. അപ്പോൾ വേദന തുടർന്നുകൊണ്ടേയിരുന്നു. ഈ ഗുളിക എടുക്കുന്നുണ്ടെങ്കിലും വേദന. അപ്പം ഡോക്ടർ പറഞ്ഞു നിങ്ങൾ എന്തായാലും ഇവിടം വരെ ഓടിയെത്തണ്ട, ഇതിന് ഇത്രയേ ഉള്ളൂ, ഇഞ്ചക്ഷനും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ, അടുത്ത എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ KVMS വേദന എടുക്കുമ്പോൾ അവിടെ പോയി ഇഞ്ചക്ഷൻ എടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. എന്നാലും പുള്ളിക്ക് പണിക്ക് പോകാനോ വേറെ രീതിയിൽ ഭക്ഷണം കഴിക്കാനോ ഒന്നും മേലാത്തൊരു സാഹചര്യമാണ്. ജീവിതം വല്ലാത്തൊരു വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരുന്ന 2 ചെറിയ ആൺപിള്ളേരാണ് എനിക്കുള്ളത്. അപ്പം എന്ത് ചെയ്യും എന്താവും എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിക്കൊണ്ടിരുന്നു. പക്ഷെ KVMS അവർക്കും ഒരു പരിധിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചെന്ന് കഴിയുമ്പോൾ അവരും നമ്മുടെ അടുത്ത് വഴക്ക് പറയാൻ തുടങ്ങി. ഇങ്ങനെ അടിക്കടി ഇഞ്ചക്ഷൻ വന്ന് എടുക്കാൻ പറ്റത്തില്ല, നിങ്ങളൊന്നെങ്കിൽ സർജറി ചെയ്യുക, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി എന്തെങ്കിലും ചെയ്യും. നമുക്കിങ്ങനെ ഇഞ്ചക്ഷൻ കാരണം ഡോസ് കൂടി ഇഞ്ചക്ഷൻ ആയത് കാരണം അത് ശരീരത്തിന് വഴിക്ക് വളരെ നിങ്ങളുടെ ജീവിതത്തെ അത് വളരെയധികം ബാധിക്കും. അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും സർജറി ചെയ്യുമോ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഞങ്ങൾ തിരിച്ച് സിദ്ധമാടത്തിന് ഇങ്ങനെ പോയപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് മോർഫിൻ എന്ന ഗുളിക സ്റ്റാർട്ട് ചെയ്യാം, വേദന കുറയാം. മോർഫിൻ എന്ന ഗുളിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മയങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാകും. അതുകൊണ്ട് അത് നിങ്ങൾ നല്ലോണം ആലോചിച്ചിട്ട് എടുക്കണോ വേണ്ടായോ എങ്ങനെ നിങ്ങളുടെ സ്വന്തം തീരുമാനം എന്ന് പറഞ്ഞു. നമുക്കത് വളരെയധികം വിഷമമായി പോയി. അപ്പോൾ അത് ശേഷം എന്നാ സർജറി ചെയ്തേക്കാം എന്നുള്ള ഒരു കണക്കൂട്ടിൽ ഇരുന്നത്തേക്കും പുള്ളിക്കാരത്തി അവിടുന്ന് ട്രാൻസ്ഫർ ആയിപ്പോയി. അപ്പൊ പിന്നെ തിരിച്ച് നമ്മള് വീട്ടില് ഡോക്ടർ പറഞ്ഞിരുന്നു വീട്ടിലാണേലും നമുക്ക് ട്രിപ്പ് ഇട്ട് വേണമെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ വീട്ടിൽ ചെയ്യുന്നത് വളരെ കെയർ ആയിരിക്കണം. ഹോസ്പിറ്റലിലെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കുമല്ലോ വീട്ടിൽ. അത് കാരണം പിന്നെ ഈ പോക്കും വരവും ബുദ്ധിമുട്ടും ഒക്കെ ഓർത്ത് പിന്നെ എൻ്റെ ഒരു
പരിചയത്തിലുള്ള ഒരു സിസ്റ്ററിന്റെ മുഖേന ഞങ്ങൾ വീട്ടില് ട്രിപ്പ് ഇടാൻ തുടങ്ങി. എന്നിട്ടൊന്നും ഒരു മാറ്റവും ഇല്ല. കുറയും, പക്ഷെ പുള്ളിക്ക് നല്ല രീതിയിൽ ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. പൊടിയരിക്കഞ്ഞ് മാത്രം, അല്ലെങ്കിൽ ഓട്സ്, ശകലം ജ്യൂസ്, അങ്ങനത്തെയുള്ള ഐറ്റംസ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. അത് കഴിച്ചെന്ന് പറഞ്ഞാലും ഒരു കവിള്, അതിൽ കൂടുതൽ ഒട്ടും കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഈ സിസ്റ്റർ മുഖേനയാണ് അല്ല സുജാ മാഡം, ലതാ മാഡം, ജെയിംസ് സാറ്, പ്രകാശ് സാറ്, മഞ്ജു മാഡം ഇവരൊക്കെ വീട്ടിൽ വന്ന് എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് ഈ പ്രോഡക്റ്റിനെ പറ്റി, ഈ പ്രോഡക്റ്റ് അല്ല ഇതിന് വേറെ കാര്യങ്ങൾ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് കാരണം ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാന്നുള്ള കാര്യം അറിയാം. പക്ഷെ പൈസയുടെ ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ വേണ്ടാന്ന് വെച്ചു. അതൊന്ന്. പിന്നെ പുള്ളിക്കാരൻ്റെ അനിയന് ഒരു വെറ്റിനറി ഡോക്ടറാണ്. അപ്പം പുള്ളിയാണ് കാര്യം ആശുപത്രി കൊണ്ടുപോകുന്നതിന്റെ, ഡോക്ടറുമായിട്ട് കയറി സംസാരിക്കുന്നതെല്ലാം പുള്ളിക്കാരനായിരുന്നു. അപ്പോൾ നമുക്ക് അത് സ്വന്തം റിസ്കെല്ലാം എടുത്ത് ചെയ്യാനോ ഒന്നും മേലാത്ത കാരണം ഞാനത് വേണ്ടാന്ന് വെച്ചു. ചെയ്യാനൊരു പേടി, കാരണം എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഒരുപാട് വഴക്ക് പറയാം. അത് അവര് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നല്ലേ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പിന്നെ ഇങ്ങനെ നോക്കുന്ന ഒരവസ്ഥയിൽ എനിക്ക് ഇയർ ബാലൻസിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇയർ ബാലൻസിന്റെ ചെറുതായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഈ ഹോസ്പിറ്റലിലെ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു എനിക്കത് കണ്ടമാനം ഭയങ്കരമായിട്ട് അങ്ങ് കൂടി. എന്റെ തല നേരെ നിൽക്കാൻ മേലാത്തൊരു സാഹചര്യമായി പോയി. അപ്പൊ ഞാൻ എന്ത് കാണിച്ചു, എന്താളും ഇതുപോലെ കിടന്ന് കഷ്ടപ്പെടുന്നത്. അത് കാരണം ഞാന് എന്റെ സ്വന്തം റിസ്കിൽ പ്രാർത്ഥിച്ച് സംഭവം പ്രോഡക്റ്റ് എടുത്തു കൊടുത്തെങ്കിലും ആദ്യത്തെ ഒരാഴ്ച 2 നേരം 3 നേരം വെച്ച് കഴിച്ചു. വേദനയുടെ ഗുളിക ഒപ്പം കഴിച്ചിട്ടൊന്നും യാതൊരു മാറ്റവും ഇല്ല. പഴയപടി പോലെ ഞങ്ങൾ ആശുപത്രി പോയി ഇഞ്ചക്ഷൻ എടുക്കുമായിരുന്നു. എങ്കിലും ഒരു 1.5 മാസത്തോളം പുള്ളിക്കും ദേഷ്യമാകാൻ തുടങ്ങി. പുള്ളി എന്നെ വഴക്ക് പറയാൻ തുടങ്ങി. എങ്കിലും ഒരു പഴങ്ങളുടെ സത്തുകളുടേതാണെന്നുള്ള ഓർത്ത് വേറെ പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാന്ന് ഇവര് പറഞ്ഞ ആ ഒരു റിസ്കില് ഞാന് തുടർച്ചയായിട്ട് ഞാനും പ്രാർത്ഥിച്ചു കൊടുത്തോണ്ടിരുന്നു. എങ്ങനെയാണേലും ഒരു 1.5 മാസം കഴിഞ്ഞു വന്നു പിടിച്ചു വരാൻ വേണ്ടി. ആദ്യമേ വേദനയുടെ ഗുളികയാണ് ഞങ്ങൾ നിർത്തിയത്. അത് കഴിഞ്ഞ് ഗ്യാസിന്റെ ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു, അത് നിർത്തി. പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് കഴിച്ച് കുറച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിക്കാൻ ചെറിയൊരു വേദന വന്നു. എങ്കിലും അത് നോക്കാതെ ഈ പ്രോഡക്റ്റ് തന്നെ ഉപയോഗിച്ച് ഒരു 1.5-2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലപോലെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. പ്ലംബിങ്ങും വയറിങ്ങും ആയിരുന്നു പുള്ളി ചെയ്തുകൊണ്ടിരുന്നത്. ഒരു 4-5 മാസം അടുപ്പിച്ച് ഉപയോഗിച്ച ശേഷമാണ് പുള്ളി പണിക്ക് വേണ്ടി ഇറങ്ങി. ഇപ്പൊ എല്ലാ കൂട്ടവും ഭക്ഷണം കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് സിന്ധു മാഡം പോയത് കൊണ്ട് ചിത്തിപ്പുഴയിലുള്ള ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ ഞങ്ങൾ ചെയ്തിരുന്നു. ഡോക്ടർ പറഞ്ഞത് ഇങ്ങനത്തെ ഒരു സിന്ധു മാഡം പറഞ്ഞ അതോ ഒരു ഇഞ്ചക്ഷൻ അല്ല ഓപ്പറേഷൻ തന്നെയാണ് ഡോക്ടർ മുരളിക്കുട്ടപ്പൻ ഡോക്ടർ പറഞ്ഞത്. അതായത് വിപ്പിൾ സർജറി, 5 അവയവങ്ങൾ, 12 ലക്ഷം രൂപ സർജറിയുടെ റേറ്റ് പറഞ്ഞിരുന്നത്. 8 മണിക്കൂർ അളവ് വരുന്ന സർജറി. അത് ചെയ്ത ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 55 വയസ്സുകൾക്ക് ശേഷം ചെയ്യുന്ന ഒരു സർജറിയാണ്. അത് ചെയ്ത ശേഷം മുന്നോടുള്ള ലൈഫ് എന്ന് പറഞ്ഞാൽ ജ്യൂസ്, പൊടിയരിക്കഞ്ഞി അങ്ങനത്തെ ഉള്ളൂ. കൂടി പോയ 5-6 വർഷം. പിന്നെ ബാക്കിയുള്ള അസുഖങ്ങൾ കയറിപ്പിച്ച് ആളുടെ ലൈഫ് തന്നെ സ്പോയിലായി പോകുന്ന ഡോക്ടർ പറഞ്ഞിരുന്നു. അപ്പൊ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചു. എന്തായാലും ഒരു 4-5 മാസം അടുപ്പിച്ച് ഞങ്ങൾ ഉപയോഗിച്ചു. ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. പുള്ളി എല്ലാ കൂട്ടങ്ങളും ഭക്ഷണങ്ങളും കഴിക്കുന്നുണ്ട്. പ്രോഡക്റ്റ് 95 ബ്ലഡ് പ്യൂരിഫയർ, യൂറിഫ്രഷ് ലിക്വിഡ്. ആദ്യം ബ്ലഡ് പ്യൂരിഫയർ, യൂറിഫ്രഷ് ലിക്വിഡ് നമ്മൾ 10 ദിവസത്തേക്ക് എടുത്തുള്ളൂ. അത് കഴിഞ്ഞ് 95 തന്നെയാണ് കഴിച്ചത്. ഇപ്പൊ എന്തായാലും ഇപ്പോഴും ഇടയ്ക്കൊക്കെ സ്ഥിരമായിട്ട് എടുക്കുന്നില്ല. ആഴ്ചയിൽ 1-2 ഒക്കെ എടുത്ത് സ്ഥിരമായിട്ട് പണിക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ ഒരു 6 മാസം ശേഷമാണ് ഞാൻ ഈ പ്രോഡക്റ്റ് മറ്റുള്ളവരിലേക്ക് പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയത്. അപ്പം ചേട്ടായുടെ ഒരു കൂട്ടുകാരന്റെ സുഹൃത്തിന്റെ മോനും ഇതേ കേസ് കേട്ട് വന്നു. അതില് മുഴയില്ല, പാൻഗ്യാസിനകത്ത് സ്റ്റോണും വീക്കവും പയ്യന് വന്നിരുന്നത്. അപ്പൊ നമ്മുടെ ഈ പ്രോഡക്റ്റ് കൊടുത്ത് 1 മാസമായി. പ്രോഡക്റ്റ് കൊടുത്തതിന് ശേഷം ഈ പറഞ്ഞ പോലെ ചേട്ടായി കഴിക്കാൻ പോലെ പൊടിയരിക്കഞ്ഞിയും പപ്പടമായിരുന്നു ആ കൊച്ചിനും പറഞ്ഞിരുന്നത്. നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയ ശേഷം സാധാരണ രീതിയിലുള്ള ഭക്ഷണം കഴിച്ചു തുടങ്ങി. അപ്പൊ ആ വീട്ടിൽ തന്നെ അവരുടെ ശാശുരം അമ്മച്ചിക്കും കൊച്ചിന്റെ അമ്മയ്ക്കും എല്ലാം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഗ്യാസിന്റെ പ്രശ്നം നമ്മൾ ഇമ്മ്യൂണോ 3+ പ്രോബയോട്ടിക് കൊടുത്തു.
പിന്നെ കൊച്ചിന്റെ അമ്മയ്ക്ക് ഹീമോഗ്ലോബിന്റെ അളവ് കുറവായിരുന്നു. അദ്ദേഹത്തിന് എല്ലാം ഭയങ്കര വേദന, മുടി പൊഴിച്ചില്, അദ്ദേഹത്തിന്റെ നീര്, ശ്വാസം മുട്ടല്, ഒരസ്വസ്ഥത, അങ്ങനത്തൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ അയൺ ഫീലിംഗ് സിറപ്പും ക്യാപ്സുളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡിന്റെ മമ്മിക്ക് 10 വർഷമായിട്ട് വെരിക്കോസ് വെയിന്റെ തുടക്കം ഉണ്ടായിരുന്നു. അപ്പൊ അവര് നേരത്തെ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിരുന്നായിരുന്നു. അതുകൊണ്ട് നമുക്കും അവിടെ ഇതൊരു പ്രതിസന്ധിയായിരുന്നു, എടുത്തു കൊടുക്കാനും ഉപയോഗിക്കാനും ഒരു പേടിയുണ്ടായിരുന്നു. എന്താണെങ്കിലും വെരിക്കോസ് വെയിന്റെ ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം പിന്നെ നീരും അതുപോലെ വീക്കവും വന്ന് മമ്മിക്ക് നടക്കാൻ മേലാത്ത ഒരവസ്ഥയായി. കാലിന്റെ അടിയെല്ലാം മിണ്ട് കീറുന്ന പോലെയായിരുന്നു. അപ്പൊ ഞാൻ പരീക്ഷണാർത്ഥം വൂണ്ട് ഹീൽ ആദ്യം എടുത്തു കൊടുത്തു. വൂണ്ട് ഹീൽ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും വേദന കൂടിയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, എന്നാ മമ്മി അത് വേണ്ട, പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നില്ല, എന്തേലും കൂടിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു ഓർത്തിന് പിന്നെ വേണ്ടെന്ന് വെച്ച്. പിന്നെ മമ്മിക്ക് നടക്കാൻ ഒരു ബുദ്ധിമുട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു ബുദ്ധിമുട്ടായി. ഞാൻ ആയുർവേദിൽ എടുത്തു. സ്റ്റാർട്ടിങ് പരീക്ഷണാർത്ഥം മമ്മി ഇത് ചെയ്തു നോക്കുക എന്ന് പറഞ്ഞു കൊടുത്തു. എന്തായാലും ദൈവത്തിന്റെ കൃപ കൊണ്ട് ആയുർവേദില് തേക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ആ വരച്ചില് കുറഞ്ഞ് മമ്മിയുടെ ചെറുതായിട്ട് മമ്മി നടക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, മമ്മി എന്നാലും ഈ ചേട്ടായിക്ക് ഇത്രയും റിസൾട്ട് കിട്ടിയതല്ലേ, നമുക്ക് ഈ പ്രോഡക്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കാൻ മമ്മിക്ക് കൊടുത്തു. ബ്ലഡ് പ്യൂരിഫയർ കൊടുത്തു, ലിവാഗെയിൻ ലിക്വിഡ്, യൂറിക് ഫ്ലഷ്. കേട്ടോ സാറേ, മമ്മിയുടെ പ്രോഡക്റ്റ് യൂറിക് ഫ്രഷ് ലിക്വിഡ്, ബ്ലഡ് പ്യൂരിഫയർ, യൂറിക് ഫ്രഷ് ലിക്വിഡ്, ലിവാഗെയിന്, സ്പൈറലീന്, ചാമ്പിത്തൈല്, നോവേദന ജെല്ല്, ഐഹീല്, ഇത്രയും ഞാൻ കൊടുത്തു. അതിനുശേഷം 10 ദിവസങ്ങൾക്ക് ശേഷം, ആദ്യം കൊടുത്തപ്പോ ഒന്നും വലിയ വ്യത്യാസമൊന്നും കണ്ടില്ല. എന്തായാലും ഇനി ഞാൻ വിളിച്ചോണ്ടിരുന്നു. അപ്പൊ 10 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ പോയി മമ്മിയെ കണ്ടു കഴിഞ്ഞപ്പോ ആ നീരും കാലങ്ങ് ഭയങ്കര റോസ് നിറത്തിലായിരുന്നു ഇരുന്നത്. ആ നീരും റോസ് നിറവും മാറി കാല് സാധാരണ ഒരു രീതിയിൽ, സ്കിന്നൊക്കെ ഒരുമാതിരി വിളറി വെളുത്ത പോലെ ആയി പോയായിരുന്നു. എന്നാലും മമ്മി 1 മാസമായതുള്ളൂ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. എന്നാലും നല്ല ഒരു റിസൾട്ട് ആയിരുന്നു. ഇപ്പൊ മമ്മിക്ക് നല്ല കുറവുണ്ട് പ്രോഡക്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നു സാറേ. പിന്നെ തൈറോയിഡിന് കൊടുത്തായിരുന്നു. തൈറോയിഡ് വെച്ചാൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് പുള്ളിക്കാരത്തി. അപ്പൊ ആദ്യമേ നമ്മളുടെ അടുത്ത് മുടി വീഴ്ചയാണെന്ന് പറഞ്ഞ് നമ്മൾ ചാമ്പിത്തൈലും ഭൃംഗരാജ ഓയിലും കൊടുത്തു. അത് കഴിഞ്ഞ് ഇത് കുറവില്ല എന്ന് കഴിഞ്ഞപ്പോ ഞങ്ങൾ നേരിട്ട് പോയി ആ കൊച്ചിന്റെ അമ്മയുടെ അടുത്ത്, കൊച്ചില്ലായിരുന്നു, കൊച്ചിന്റെ അമ്മയുടെ അടുത്ത് പോയി സംസാരിച്ച് വന്ന് പല കാര്യങ്ങളും ചോദിച്ച്, മുടി പൊഴിച്ചിലാന്ന് മാത്രമേ പുള്ളിക്കാരത്തി പറയുന്നത്. അപ്പൊ ഞാൻ ഓരോ ബ്ലഡ് ടെസ്റ്റിന്റെ കാര്യങ്ങൾ ഓരോന്നും എടുത്ത് ചോദിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ തൈറോയിഡ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം അലർജി ഉള്ളൊരു കൊച്ചാ. അപ്പൊ അലർജിയിലുള്ള പ്രോഡക്റ്റ് കൊടുത്തായിരുന്നു. പ്രോഡക്റ്റ് കുറഞ്ഞ് ശകലം ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എങ്കിലും തൈറോയിഡിന്റെ ഒരു പ്രശ്നം വല്ലാത്തൊരു പ്രശ്നമായിരുന്നു. അപ്പൊ നമ്മള് തൈറോയിഡിന്റെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് തൈ ഹെൽത്ത്, ബ്ലഡ് പ്യൂരിഫയർ, പിന്നെ ശ്വാസം മുട്ടലിന്റെ ഒരു തുടക്കം ഉണ്ടായിരുന്നു, അലർജിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു, കവചപ്രാശം, ആന്റി അലർജി, ഇതെല്ലാം, പിന്നെ നീമിന്റെ സോപ്പ്, ഡാൻഡ്രഫിന്റെ ഷാമ്പു, ഭൃംഗരാജ ഓയില്, ഇതെല്ലാം കൊടുത്ത് എന്തായാലും ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അലർജിയുടെ പ്രശ്നങ്ങൾ, തുമ്മൽ ഒരുപാട് കുറവുണ്ടെന്ന് പറഞ്ഞു. മുടി പൊഴിച്ചിലും ചെറുതായിട്ട്, അത് അവിടെ തന്നെ അതിന്റെ സഹോദരനും വയറിനകത്ത് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവന് ഗ്യാസിന്റെ പ്രശ്നം, ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വയറ് ഒരുപാട് ഇങ്ങനെ വീർത്ത് വരുന്ന ഒരവസ്ഥയായിരുന്നു. ഫീൽഡ് വർക്ക് ആയത് കാരണം കറക്റ്റ് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാത്ത കാരണം ഒരു അസ്വസ്ഥ. അവൻ ഇമ്മ്യൂണോ പ്ലസ്, ലിവാഗിന്റെ ക്യാപ്സൂള്, സ്പൈറലിന്, ഇത്രയും പ്രോഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. അവർ ഉപയോഗിച്ചു, നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയൊക്കെ സാറേ പറയാനുള്ളൂ. താങ്ക് യു സാറേ. ഓക്കെ, താങ്ക് യു.